സുഖമല്ലേ, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ റൂം മേക്ക് ഓവറിൻ്റെ ഇടയിൽ കൂടെ നമുക്കൊരു ചെറിയ പർപ്പിൾ ഹോൾ വീഡിയോയും കൂടെ കാണാം. അപ്പം ഓഫർ കിടന്നപ്പോൾ ഒരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് കയറിയതാണ്, പക്ഷെ കുറച്ചധികം സാധനം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കത് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ പ്ലമ്മിൻ്റെ ഒരു ബോഡി ലവിൻ്റെ ബോഡി മിസ്റ്റാണ്. പണ്ട് സ്മിറ്റനിൽ ഇത് വരുമായിരുന്നു. അപ്പോൾ ഞാൻ ട്രയൽ അടിച്ച് നോക്കാൻ വേണ്ടി, ട്രയലിൽ നമുക്ക് പൈസ കൊടുക്കണ്ടല്ലോ, അങ്ങനെ ട്രയലിൽ ഞാൻ വാങ്ങിച്ചുകൊണ്ടിരുന്ന സംഭവമാണ്. അപ്പോൾ ഇന്ന് പർപ്പിളിൽ കണ്ട സമയത്ത് എനിക്ക് വാങ്ങണം എന്ന് തോന്നി. നല്ലൊരു ഫ്രഷ് വാനിലയുടെ സ്മെല്ലാണ് ഇത് തരുന്നത്. നമ്മുടെ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ബി ബോഡി വൈസിന്റെ ഒരു അണ്ടർആം റോൾ ഓൺ ആണ്. ഇത് ആക്ച്വലി എൻ്റെ സെക്കൻഡ് പർച്ചേസ് ആണ്. കാരണം ഫസ്റ്റ് ബോട്ടിൽ യൂസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് പേഴ്സണലി വിസിബിൾ ആയിട്ടുള്ള നല്ല പിഗ്മെന്റേഷൻ്റെ ചേഞ്ച് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഓർഡറൊക്കെ നല്ലതായിട്ട് കൺട്രോൾ ചെയ്യും. പിന്നെ സ്പോട്ട് റിഡക്ഷൻ ഒന്നിലും പോസിബിൾ അല്ല. കൺസിസ്റ്റൻസി മാറ്റേഴ്സ് എന്ന് പറയും പോലെ സ്ഥിരമായിട്ട് യൂസ് ചെയ്താൽ അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് കിട്ടും നമുക്ക്. പിന്നെ ഞാൻ ഒരു ഹെയർ സെറം കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ ഹെയർ എല്ലാം നല്ല ഫ്രിസിയാണ്. ആദ്യം ഞാൻ സ്ട്രീക്കിൻ്റെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ലോറിയൽ പാരിസിൻ്റെ ഒന്ന് മാറി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ആൻഡ് ദെൻ നമുക്കൊരു ഡേംഡോക്കിൻ്റെ നയാസിനമൈഡ് ടോണർ. ഇതും എൻ്റെ റീപർച്ചേസ് ആണ്. സത്യം പറഞ്ഞാൽ എൻ്റെ ആഗ്നെ മാർക്സ് ഒക്കെ നല്ല രീതിക്ക് റെഡ്യൂസ് ആയിട്ടുണ്ട്. ഇതും സ്പോട്ട് റിഡക്ഷൻ അല്ല, കൺസിസ്റ്റൻസി മാറ്റേഴ്സ്. നെക്സ്റ്റ് തിങ് മിനിമലിസ്റ്റിൻ്റെ പ്രോഡക്റ്റ് ആണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് മിനിമലിസ്റ്റിൻ്റെ പ്രോഡക്റ്റ് യൂസ് ചെയ്യണത്. ഇതും ആഗ്നെ മാർക്സ് ഫെയ്ഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കണം. നല്ല പോസിറ്റീവ് റിവ്യൂ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഇത് ഞാൻ എടുത്തത്. പക്ഷെ ചെറിയ ബോട്ടിലായിരുന്നു. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞാൻ റിവ്യൂ ഇടാം. നെക്സ്റ്റും ഒരു സീറമാണ് എടുത്തത്. ഞാൻ എന്തിനാണ് ഇതെടുത്തതെന്ന് എനിക്കൊരു പിടിയുമില്ല. പക്ഷേ ഞാൻ കണ്ടപ്പം കൊള്ളായിരിക്കും, കുറേ നല്ല നല്ല റിവ്യൂസ് ഉണ്ടായിരുന്നു, അതുകൊണ്ടിട്ട് എടുത്തതാണ് ഈ ലോറിയൽ പാരിസിൻ്റെ ഒരു ഗ്ലൈക്കോളിക് ബ്രൈറ്റ് സിറം. ഇതിൻ്റെയും റിവ്യൂ ഞാൻ ഇട്ട് നോക്കി. എല്ലാം കൂടെ ഒരുമിച്ചിടാൻ പറ്റൂലല്ലോ. അപ്പം ഫസ്റ്റ് മറ്റേ സിറം തീർന്നിട്ട് മാത്രമേ ഇതിടാൻ പറ്റുള്ളൂ. അപ്പം ഇട്ട് നോക്കിയിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ ഞാനിതിൻ്റെ റിവ്യൂ പറയാം. ലാസ്റ്റായിട്ട് ഞാൻ ഫിക്സ് ഡെർമയുടെ ഒരു നിഗ്രിഫിക്സ് ക്രീമാണ് വാങ്ങിച്ചത്. ഇതിൻ്റെ അകത്ത് റെറ്റിനോളും ലാക്റ്റിക് ആസിഡും യൂറിയൊക്കെ ഉണ്ടെന്നാണ് അവർ ക്ലെയിം ചെയ്യണത്. നമ്മുടെ എൽബോസിലുള്ളയും നീസിലുള്ളയും നമ്മുടെ നേപ്പിലും നക്കിൾസിൻ്റെയും ബാക്കിലുള്ളയൊക്കെ ഡിസ്കളറേഷൻ ഫെയ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കണം. എന്തായാലും ഇതും എൻ്റെ ഫസ്റ്റ് പർച്ചേസ് ആണ്. യൂസ് ചെയ്തിട്ട് ഞാൻ റിവ്യൂ ആണ്. ലാസ്റ്റായിട്ട് ഇത്രയും പ്രോഡക്ട്സ് വാങ്ങിച്ചുകൊണ്ട് നമുക്കൊരു ഫ്രീ ഗിഫ്റ്റ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചൂസ് ചെയ്തത് എൻവൈബയുടെ ഓൾ ഇൻ വൺ മേക്കപ്പ് കിറ്റായിരുന്നു. അതിൻ്റെ അകത്ത് തന്നെ പ്രൈമറും BB ക്രീമും കോമ്പാക്റ്റും നമ്മുടെ ടിൻഡ് ഉണ്ടായിരുന്നു, ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു, മസ്കാര, കാജള്, ഇതെല്ലാം ചേർന്ന ഒരു കിറ്റായിരുന്നു. അപ്പം ഇത് വെച്ചിട്ട് ഓണത്തിനൊരു മേക്കപ്പ് ലുക്ക് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് എത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റാ, ബൈ ബൈ.